ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിനോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമുക്ക് റൈസ് ഉണ്ടാക്കിയാലോ. ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ജീര റൈസാണ്. അതിനായി ഞാൻ അരിയൊക്കെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുകയാണ്. ജീര റൈസിൻ്റെ കൂടെ ഞാനിന്ന് വെക്കുന്നത് ബട്ടർ പനീറാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന സംഭവങ്ങൾ: ഇഞ്ചി ഒരു പീസ്, വെളുത്തുള്ളി, തക്കാളി, സബോള. നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാതെ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്കിനി ജീരകം ഇടാമേ. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെയാണ്. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് ആയി വരട്ടെ. നമുക്ക് നോയമ്പായതുകൊണ്ടാണ് ഞങ്ങൾ ബട്ടർ പനീർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വല്ല ചിക്കനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ സബോള ഇട്ട് അതിനകത്ത് സൗണ്ട് ക്ലിയറായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഒട്ടും സൗണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഉപ്പാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്തു. ഉപ്പിട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതെല്ലാം ഒന്ന് നല്ല പരുവത്തിൽ വഴന്ന് വരണം. അതാണ് നമ്മുടെ കറിയിലേക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സി ജാറിൽ അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയുടെ ജാറിൽ ഞാനെല്ലാം അരച്ചൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഒന്നും കൂടെ കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ബട്ടറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ജീരകമാണ്. ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പട്ട, കറുവ, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ചേർത്തു. വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയാണ് ഇടുന്നത്. അതെല്ലാം നമ്മൾ മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ അരപ്പൊക്കെ നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മളിനി വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാവേ. ജാറെല്ലാം കൂടെ കഴുകി ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം കൂടി ഒഴുകണം, പച്ചമണം മാറി കഴിയുമ്പോൾ. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അങ്ങനെ ഞാൻ മിക്സി ജാറിലോട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു, അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ എന്തെങ്കിൽ കസ്തൂരി മെത്തി ഇടാതെ. കസ്തൂരി മെത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണങ്ങിയത്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂൺ കാണും, അതും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് അതും കൂടി ഇടാം കേട്ടോ. ഇതൊക്കെ ഇടുന്ന നല്ലൊരു ഫ്ലേവറാണ്, നമുക്ക് കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഇനമാണ്. പിന്നെ ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ ഡിഷിനെല്ലാം ഇങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കസ്തൂരി മെത്തിയൊക്കെ ഇട്ടു. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്ന മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ആഡ് ചെയ്യുന്നത്. അത് ക്യൂബ്സ് ആക്കിയതാണ്. അങ്ങനെ തന്നെ ക്യൂബ്സ് ആക്കിയതായിരുന്നു വാങ്ങിച്ചിരുന്നത്, മിൽക്കി മിസ്റ്റിൻ്റെ. അങ്ങനെ അതും കൂടെ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഒന്ന് ഷാലോ ഫ്രൈ ഒന്നും ചെയ്യാതെ സാധാ ആക്കി തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. നോയമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഇതിലേക്ക് ഞാൻ കുറച്ച് സബോളയും ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു. ഇതിലേക്ക് ഇനി ക്യാപ്സിക്കം ആഡ് ചെയ്യാവേ. ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്, അതും ആഡ് ചെയ്തു. ക്യാപ്സിക്കം ആഡ് ചെയ്തു. പിന്നെ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഫ്രഷ് ക്രീം, അതും കൂടെയൊക്കെ ഞാൻ എന്ത് ചെയ്തു. സവോളയും അതിനകത്ത് ആഡ് ചെയ്തത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാനായിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പനീറൊക്കെ റെഡി ആയി. നമുക്ക് റൈസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. സാധാ ഒരു സിമ്പിൾ റൈസാണ്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ജീരകം മാത്രമായി. ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്പെഷ്യലാണ് ജീര റൈസൊക്കെ കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ റൈസ്, റൈസിലേറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ജീര റൈസ് തന്നെയാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ചേർക്കാൻ. കുറച്ച് ജീരകവും പൊട്ടിച്ച് ചേർക്കുന്നതാണ് ജീര റൈസ്.
റൈസ് വേവിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ എന്നായി നല്ലതായിട്ട് ഒത്തിരി ഒന്നും വെന്ത് പോയിട്ടില്ല കേട്ടോ. സാധാ ഒരു ആവശ്യത്തിനുള്ള വേവേ ആയിട്ടുള്ളതുകൊണ്ട് ചോറ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ റൈസ് ഇട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറാവേ, ഒരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി. പക്ഷേ ചോറ് കഴിക്കുമ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സലാഡിന് വേണ്ട പച്ചമുളകും തക്കാളിയും സവോളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിലേക്ക് കുറച്ച് പപ്പടം കാച്ചാണ്. അങ്ങനെ പപ്പടവും കാച്ചി എടുത്തു. പപ്പടം ഞാൻ പിള്ളേർ പപ്പടം കണ്ടാൽ അത് മാത്രമേ എഴുതുള്ളൂ, അതുകൊണ്ട് ഞാൻ പപ്പടം മുറിച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പപ്പടവും കാച്ചി. ഹായ്,